നമസ്കാരം. പേരെന്തായിരുന്നു? രേഷ്മ. എങ്ങനെയുണ്ട് ബി.ജെ.പിയുടെ സാധ്യതകൾ? എങ്ങനെയുണ്ട്? വളരെ നല്ല സാധ്യതയാണ്. വളരെ നല്ല വിജയിക്കാനുള്ള നല്ല സാധ്യതകളുണ്ട്. പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? മാർക്ക് കൊടുക്കാനായിട്ടൊന്നും ഇല്ല, വൻ പരാജയമായിരുന്നെന്നാണ് ഞാൻ പറയുള്ളൂ. ഒന്നും കേരളത്തിന് പ്രത്യേകിച്ചൊരു നേട്ടം ഉണ്ടായിട്ടില്ലേ കഴിഞ്ഞ 5 വർഷം? കേന്ദ്രത്തിന്റെ കുറെ സ്കീമുകൾ കേരളത്തിന്റെ ഓരോ സ്കീമാക്കി മാറ്റി അവരടിച്ചു മാറ്റി. അതല്ലാതെ കേരളം സർക്കാർ ഒരു ഇതും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? സുരേഷ് ഗോപി എം.പിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിണറായി സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സുരേഷ് ഗോപി എം.പി എന്ത് ഇവിടെ കൊണ്ടുവന്നാലും അവരെങ്ങനെയൊക്കെ തടയാൻ പറ്റും അത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ ബി.ജെ.പിയുടെ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിൽ പുറകോട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നോക്കിയിട്ട് നമുക്ക് ലെജിസ്ലേറ്റീവ് അസംബ്ലിന്റെ തെരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ടാണ്. നമ്മുടെ ഇപ്പോ എം.പി ഇലക്ഷൻ നമുക്കറിയാം, സുരേഷ് ഗോപി എത്ര വോട്ടുകളിലാണ് ജയിച്ചത്, വൻ വിജയമായിരുന്നു. അപ്പൊ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. തൃശ്ശൂരിലെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ, അതിനൊപ്പം ഈ എൽ.ഡി.എഫിന്റെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് ആ ഒരു തലപ്പൊക്കമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല. പത്മേജിനെ കഴിഞ്ഞ വട്ടം ഇത്തവണ പറഞ്ഞിരുന്നു, ഈ കോൺഗ്രസ്സുകാരാണെങ്കിൽ കോൺഗ്രസ്സുകാർ ഇവരുടെ എന്താ പറയാ ഇവരുടെ കാലുവാരാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, അല്ലാതെ ഇവർക്ക് വേണ്ടിയിട്ടൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ബി.ജെ.പിയിൽ അതൊരിക്കലും ഇല്ല. ബി.ജെ.പി എപ്പോഴും പത്മേജിയുടെ കൂടെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ നേതാവിനെ വിജയിപ്പിക്കാനാണ് എല്ലാ പിന്തുണയും നൽകുന്നത്. നമസ്കാരം. പേരെന്തായിരുന്നു? സോണി. തൃശ്ശൂരിലെ വോട്ടർ തന്നെയല്ലേ? തൃശ്ശൂരിലെ വോട്ടറാണ്. ചേച്ചി, ഇപ്പോൾ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? 100% വിജയ സാധ്യതകൾ. കാരണം എന്താണ്? ഞാനൊരു ക്രൈസ്തവ വിശ്വാസി ആയതുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ് ബി.ജെ.പിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. ക്രൈസ്തവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും നമുക്ക് എന്താ പറയുക 100% ക്രൈസ്തവരുടെ വോട്ടുകൾ ചേച്ചിക്ക് തന്നെ ഉറപ്പാണ്. തൃശ്ശൂരിൽ താമര ഒരിക്കൽ കൂടി വിരിയും. 100% താമര ഉറപ്പായിട്ടും വിരിയും. പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? 100-ൽ മാർക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ. കാരണം കേരള ജനതേനെ മൊത്തത്തിൽ കടത്തിലാഴ്ത്തി നിൽക്കുന്ന അവസ്ഥയിൽ കട്ടുമുടിച്ച് ആ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മോദിജി സർക്കാർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെല്ലാം ബി.ജെ.പിയിലേക്ക് തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സുരേഷ് ഗോപി വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയതാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ. അപ്പോൾ അത് നിലനിർത്താനായിട്ട് പത്മജിക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? 100% സുരേഷ് ഗോപിയുടെ പിന്തുണയുണ്ട് ചേച്ചിക്ക്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ തൃശ്ശൂർ ഒരു എം.പി എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ സപ്പോർട്ടിങ് നമ്മുടെ തൃശ്ശൂരിൻ്റെ എം.എൽ.എ, പഴയ എം.എൽ.എ, ഇനി നമുക്ക് വരാൻ പോകുന്നത് ചേച്ചിയാണ്. 100% ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നമുക്ക് ഒരു എം.എൽ.എ എന്ന് പറയുമ്പോൾ വളരെയധികം ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിനെ തൃശ്ശൂർ നമുക്ക് കാണാൻ സാധിക്കാത്തൊരു സിറ്റുവേഷനിൽ 100% ബി.ജെ.പി സർക്കാർ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരും. ചേച്ചിക്ക് അതിന് സാധിക്കും. ഇപ്പോൾ എൽ.ഡി.എഫിൻ്റെയും യു.ഡി.എഫിൻ്റെയും ദുർബല സ്ഥാനാർത്ഥികളാണെന്നുള്ളൊരു കേൾവിയുണ്ട്, ശരിയാണോ? 100% ഉറപ്പല്ലേ? എന്താ അങ്ങനെ? ക്രൈസ്തവ വോട്ടുകൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചേച്ചിക്ക് എന്താ പറയുക അനുകൂല്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എൽ.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും വലിയ പരിചയമുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് 100% ചേച്ചിക്ക് ഉറപ്പാണ്. താമര വിരിയും തൃശ്ശൂരിൽ, ഉറപ്പാണ്. 100% താമര വിരിയും. നമസ്കാരം. പേരെന്തായിരുന്നു ചേച്ചി? ശോഭ. എവിടെ വീട്? ഇവിടെ കുരിയച്ചിറ നെഹ്റു നഗർ. തൃശ്ശൂരിൽ വോട്ടറാണല്ലേ? അതെ. എങ്ങനെയുണ്ട്? മറ്റേ ലോക്കൽ ബൈ ഇലക്ഷനിൽ. ഓക്കെ. എങ്ങനെയുണ്ട് സാധ്യതകൾ? എങ്ങനെയുണ്ട് ബി.ജെ.പിയുടെ സാധ്യതകൾ? എങ്ങനെയുണ്ട്? ബി.ജെ.പിക്ക് നല്ല സാധ്യതയാണ്. കാരണം എന്താണ്? ഭരണവിരുദ്ധ വികാരം. ഉറപ്പാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പിണറായി വിജയൻ സർക്കാരിന് 100-ൽ എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് പിണറായി വിജയൻ സർക്കാരിനോട് യാതൊരു മതിപ്പില്ല. വർഗീയതയാണ് പറഞ്ഞിട്ട് ആൾക്കാരെ തെറ്റിക്കാൻ നോക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 100-ൽ 0 മാർക്ക് കൊടുക്കും ഞാൻ. ഇപ്പോൾ ഈ തൃശ്ശൂരിൽ ബി.ജെ.പി വിജയിക്കുമെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ഈ സ്ഥാനാർത്ഥി നിർണയം വലിയൊരു അനുകൂലമായിട്ടുണ്ട് ബി.ജെ.പിക്ക്. സ്ഥാനാർത്ഥി നിർണയം ജനകീയരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അനുകൂലമാണ്. തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള തരംഗം ഉണ്ടാകുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും. ചേച്ചി നമസ്കാരം. പേരെന്തായിരുന്നു? എങ്ങനെയുണ്ട് ഇവിടുത്തെ ബി.ജെ.പിയുടെ സാധ്യതകൾ? എങ്ങനെയാണ്? സാധ്യത ജയിച്ചു. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഈ നമ്മുടെ
പ്രവർത്തനം അതേപോലെ ഉണ്ട്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി സൂപ്പറല്ലേ, സ്ഥാനാർത്ഥിനെ തൊട്ട് കളിക്കായിരിക്കും പറ്റില്ലേ, അത്രയും നല്ലൊരു സ്ഥാനാർത്ഥി. ഈ LDF യും UDF യും ദുർബല സ്ഥാനാർത്ഥികളാണെന്നുള്ളൊരു ചിന്തയുണ്ട് ആളുകൾക്ക്, ശരിയാണോ? ശരിയാണ്, അവര് ജയിക്കില്ലേ, അവർക്ക് 0 ഉറപ്പാണ്. ഇപ്പോൾ ഈ വലിയ രീതിയിൽ ഒരു BJPക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും ഈ LDF യും UDF യും ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ BJP ജയിക്കുന്നൊരു സാഹചര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വോട്ട് ക്രോസിംഗ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിജയത്തിലെത്താനായിട്ട് BJPക്ക് സാധിക്കും. കാരണം എന്താ? 100% സാധിക്കും. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അതേപോലെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കണ്ട ആൾക്കാർ വോട്ട് ചെയ്യും. സുരേഷ് ഗോപി സാർ എങ്ങനെയായിരുന്നു അതേപോലെ ഇന്ത്യ ഉറപ്പാണ്. നമസ്തേ, മുംതാസ്. ചേച്ചി ഇവിടുത്തെ കൗൺസിലറല്ലേ? അതെ, കണ്ണമംഗലം ഡിവിഷൻ. ചേച്ചി എങ്ങനെയുണ്ട് BJPയുടെ ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയുണ്ട്? വളരെ കൂടുതലാണ്. ഒരു വിജയപ്രതീക്ഷ എന്നുള്ളതിലുപരി പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചേച്ചി ഇപ്പോ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾ ഏത് രീതിയിലാണ് തന്നെ നോക്കി കാണുന്നത്? വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങൾ പിന്തള്ളിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് എന്താണ് വേണ്ടതെന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്ത് നടന്നു എന്ത് നടന്നില്ല എന്നതിനേക്കാൾ ഉപരി എന്ത് ചെയ്യാനാകും എന്നതിലാണ് കൂടുതലായിട്ട് നോട്ടിടുന്നത്. അത് തന്നെയാണ് സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനത്തിൽ 100-ൽ എത്ര മാർക്ക് കൊടുക്കും? ഞാൻ പറഞ്ഞുവല്ലോ, വിമർശനം എന്നുള്ളതില്ല. ഞങ്ങൾക്ക് എന്ത് സാധിക്കും, ഞങ്ങളുടെ പ്രവർത്തകർക്കും ഞങ്ങളെ നയിക്കുന്ന നേതാക്കൾക്കും എന്ത് സാധിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾ നോക്കുന്നത്. BJP എന്തായാലും. ചേച്ചി നമസ്കാരം. പത്മിനി ഷാജി, കണിമംഗലം ഡിവിഷനിൽ നിന്നാണ്. തൃശ്ശൂരിൽ BJPയുടെ സാധ്യത എങ്ങനെയാണ്? തൃശ്ശൂര് BJP ജയിക്കും, നല്ല സാധ്യത തന്നെയാണ്. പത്മജ വേണുഗോപാലാണല്ലോ മത്സരിക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ വട്ടോടെ പരാജയപ്പെട്ട ആളാണ്, പാർട്ടി മാറി വന്നതാണല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ BJPക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ തൃശ്ശൂര്? തീർച്ചയായിട്ടും. ഇപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകളും ഞങ്ങൾക്ക് കൂടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നാടിനെ സ്നേഹിക്കുന്ന പത്മജ വേണുഗോപാലാണ് നന്നായി നല്ല ഒരു ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി അനീഷ് കുമാർ, നാട്ടികയുടെ സ്ഥാനാർത്ഥി CC മുകുന്ദൻ, ചേലക്കരയുടെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ എന്നിവരാണ് ഈ മേഖലത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്നത്. ആളുകൾക്ക് നിത്യപ്രീതനും എല്ലാവർക്കും തുല്യനീതി എന്ന ചുമത്ത് സുന്ദരമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൃശൂരിൽ അട്ടിമറി വിജയം നേടുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ഇതാ ഈ മേഖലത്തിന്റെ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്ന നമ്മുടെ പ്രിയ സ്ഥാനാർത്ഥികളായ ചേച്ചി നമസ്കാരം. പത്മിനി ഷാജി, കണിമംഗലം ഡിവിഷനിൽ നിന്നാണ്. തൃശ്ശൂരിൽ BJPയുടെ സാധ്യത എങ്ങനെയാണ്? തൃശ്ശൂര് BJP ജയിക്കും, നല്ല സാധ്യത തന്നെയാണ്. പത്മജ വേണുഗോപാലാണല്ലോ മത്സരിക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ വട്ടോടെ പരാജയപ്പെട്ട ആളാണ്, പാർട്ടി മാറി വന്നതാണല്ലോ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ BJPക്ക് അതിനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടോ തൃശ്ശൂര്? തീർച്ചയായിട്ടും. ഇപ്പൊ കോൺഗ്രസിന്റെ വോട്ടുകളും ഞങ്ങൾക്ക് കൂടെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നാടിനെ സ്നേഹിക്കുന്ന പത്മജ വേണുഗോപാലാണ് നന്നായി നല്ല ഒരു ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.